അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഇൻഡിഗോ ഇത്തരത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയെ? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇത്തരത്തിൽ ടർക്കിഷ് എയർലൈൻസിനെതിരെ ഒരു നിലപാടെടുക്കണം എന്ന് ഒരു പൊതുജനാഭിപ്രായം ഉയരുമ്പോൾ അതിനെ നിരാകരിക്കുന്നത് ശരിയാണോ? അങ്ങനെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു താല്പര്യം ഈ കമ്പനിക്ക് ഉണ്ടാകില്ലേ? അല്ല, ഇതെന്താ വിഷയം അറിയോ? നമ്മളിപ്പം കൃത്യമായ വിവരങ്ങൾ പലതും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിമാന കമ്പനി, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾ പലരുടെയും എന്താ പറയാ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ ഈ യഥാർത്ഥ ഉടമസ്ഥന്മാർ എന്ന് പറയുന്നവരെ സംബന്ധിച്ച് ചില മിസ്റ്ററീസ് ഉണ്ട്. അത് നമ്മളെ മാധ്യമങ്ങളിലൊക്കെ വളരെ തവണ വന്നു. എക്സെപ്റ്റ് എയർ ഇന്ത്യ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ആയിരുന്നു, അത് ടാറ്റയ്ക്ക് കൈമാറി. അപ്പോ അതിനുശേഷം അത് അവരുടേതാണ്. പക്ഷെ മറ്റുള്ളതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഞാനിത് കുറെ വായിച്ചതാണ്. ഇത് ഇങ്ങനെ പറയപ്പെടുന്ന ആൾക്കാരേതല്ല. നമുക്ക് ഓർമ്മയുണ്ടാവുക, ഒരു വലിയ വിമാന കമ്പനിയുടെ ആള് ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല, ഒളിവിലാണ്. അറിയാലോ, ഒളിവിലാണ്. അതെ. പിന്നെ വേറൊരാള് ബോംബെയിൽ വെച്ച് ഒരു മലയാളി ആയ ഒരാൾക്ക് കുറെ വിമാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ മലയാളി, നമ്മുടെ ചാവക്കാട്ടുകാരൻ, that man was murdered from മുംബൈ. അപ്പോ ഈ ഇന്ത്യയിൽ പ്രവർത്തിച്ച സ്വകാര്യ വിമാന കമ്പനികളുടെ ആളുകളെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല വിവാദങ്ങൾ വരുന്നത്. ഒരാൾ നാടുവിട്ടുപോയി, ഒരാൾ ബോംബെയിൽ കൊല ചെയ്യപ്പെട്ടു, ജയിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ്റ്ററി ഉണ്ട്. ഞാനതാ പറഞ്ഞത്, ഇത് കുറെ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ ഇങ്ങനെ ഇൻഡിഗോനെ പറ്റി വന്നിട്ടുണ്ട്, പലരെ പറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു അവസരമാണ്. നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ കുറെ ആളുകൾ, ഈ ബിഹൈൻഡ് ദി കർട്ടൻ വലിയ കളി കളിക്കുന്ന കുറെ ആളുകളുടെ വിഷയങ്ങളും വിവരങ്ങളും പുറത്തു കൊണ്ടുവരാനും എവറി ചാലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചാലഞ്ചാണ്. അതായത് പാകിസ്ഥാൻ നമ്മുടെ നാട്ടിലേക്ക് തീവ്രവാദി ആക്രമണം നടത്തുന്നു, നമ്മൾ തിരിച്ചടിക്കുന്നു, അവരെ തുർക്കി സഹായിക്കുന്നു, അതിൽ ചില വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. ഇതൊരു ചാലഞ്ചാണ്, പക്ഷെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിന്? ഈ മേഖല ഒന്ന് ക്ലിയർ ചെയ്യാൻ, ഒന്ന് വൃത്തിയാക്കാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പക്ഷെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ശരിയായിരിക്കില്ല. ഏതായാലും കുറെ കൗതുകകരമായ കുറെ രഹസ്യങ്ങൾ പുറത്തു വരും. കുറെ ആളുകള് എന്താ പറയാ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.